92 പേരും ഭക്ഷണം കാത്തുനിന്നവരാണ്. പോഷകാഹാരക്കുറവ് മൂലം 5 കുഞ്ഞുങ്ങൾ കൂടി മരിച്ചു. വിശപ്പിനെ യുദ്ധായുധമാക്കുന്ന ഇസ്രായേലിനെതിരെ വിവിധ രാജ്യങ്ങളിൽ പ്രതിഷേധം ശക്തമായി. ഹമാസുമായി ഉടൻ സമഗ്ര വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങൾ ഇസ്രായേലിന്റെ ടെൽ അവീവിൽ റാലി നടത്തി. സിറിയൻ പ്രദേശമായ സുവൈദയിൽ ഇസ്രായേലിന്റെ ആക്രമണ ഭീഷണി തുടരുകയാണ്. വിവരങ്ങളുമായി MC നാസ ചേരുന്നു. MC-യെ കൂട്ടക്കുരുതി തുടരുന്നു. ചർച്ചകളെല്ലാം ഒരു ഭാഗത്തുണ്ട്, വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഈ കുരുതി തുടരുന്നത്. പ്രത്യേകിച്ച് ഭക്ഷണം വാങ്ങാൻ നിൽക്കുന്ന ആളുകളെ കൂട്ടമായി കൊന്നൊടുക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഗസയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ധന്യ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ 104 പേരെയാണ് ഇന്ന് വെളുപ്പ് മുതൽ ഈ സമയം വരെ ഇസ്രായേലിന്റെ ആക്രമണത്തിലൂടെ അവർ കൊന്നൊടുക്കിയിരിക്കുന്നത്. കാരണം പിന്നിട്ട ദിവസങ്ങളിൽ ഇന്നലെയും 113 പേരെ ഈ ഒരൊറ്റ ദിവസത്തിനുള്ളിൽ തന്നെ കൊലപ്പെടുത്തിയിരുന്നു. അപ്പം വളരെ പരിഷ്കൃത സമൂഹമാണ് എന്ന് നടിക്കുന്ന നമുക്ക് മുമ്പിൽ വളരെ കൃത്യമായിട്ട് വളരെ ക്രൂരമായിട്ടുള്ള ഒരു വംശഹത്യാ പദ്ധതിയുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു. അതിനുവേണ്ട എല്ലാ ആയുധങ്ങളും മറ്റു നയതന്ത്ര പരിരക്ഷയും അമേരിക്ക ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. കേവലമായിട്ടുള്ള ചില ചർച്ചകൾ ദോഹ കേന്ദ്രീകരിച്ചു നടക്കുന്നു എന്നത് മാറ്റി നിർത്തിയാൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ഒരു വംശഹത്യക്ക് പ്രതിരോധം തീർക്കാൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ താൽക്കാലിക വെടിനിർത്തലുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്താനുള്ള ഗൗരവപൂർണമായിട്ടുള്ള ഒരു ഇടപെടലും ഈ പിന്നിട്ട ദിവസങ്ങളിൽ പോലും ഉണ്ടായിട്ടില്ല എന്നാണ് അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഈ 104 പേർ കൊല്ലപ്പെട്ടു എന്നതിൽ 92 പേരും കൊല്ലപ്പെട്ടിരിക്കുന്നത് റഫ ഭാഗത്ത് അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും ചേർന്ന് രൂപപ്പെടുത്തിയ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന് മുമ്പാകെ ഭക്ഷണം കാത്തു നിന്ന മനുഷ്യർക്ക് നേരെ വെടിയുതിർത്തുകൊണ്ടാണ്. അപ്പോൾ ഈ പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും ഒരു മരണ കേന്ദ്രമായിട്ട് തന്നെ ഈ ഭക്ഷണ വിതരണ കേന്ദ്രം മാറുകയാണ്. കാരണം ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന മനുഷ്യർ അവർ എന്തെങ്കിലും ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയോടുകൂടി ഈ കേന്ദ്രത്തിലേക്ക് വരുന്നു. അവർ വരുമ്പോൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അവർക്ക് നേരെ വെടിയുതിർക്കുക. അങ്ങനെ 1000-ലധികം പേരെയാണ് ഈ പിന്നിട്ട ദിവസങ്ങളിൽ മാത്രം ഇസ്രായേൽ കൊന്നൊടുക്കിയിരിക്കുന്നത്. ഇസ്രായേൽ മാത്രമല്ല, അമേരിക്കയുടെ പൂർണ്ണ അനുഗ്രഹം കൂടി അല്ലെങ്കിൽ അനുഗ്രഹാശിസ്സുകളോട് കൂടിയാണ് ഈ കുരുതി നടക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. കാരണം അത്രയും കൃത്യമായിട്ട് ഈ 2 രാജ്യങ്ങളും ചേർന്ന് രൂപപ്പെടുത്തിയ താൽക്കാലിക ഭക്ഷ്യ വിതരണ കേന്ദ്രമാണ് ഏറ്റവും വലിയ ഒരു മരണ കേന്ദ്രമായിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതൊക്കെ ആയിട്ടും ഇതിനൊരു ബദൽ സംവിധാനം ഏർപ്പെടുത്താനോ UN പോലുള്ള ഏജൻസികൾക്ക് ഭക്ഷ്യവിതരണം വിട്ടുകൊടുക്കാനുള്ള ഒരു നീക്കം പോലും ഉണ്ടാകുന്നില്ല. അതോടൊപ്പം തന്നെയാണ് തന്നെ നമ്മൾ അറിയേണ്ടത്, ഇന്ന് മാത്രം 2 കുട്ടികൾ കൂടി മരണപ്പെട്ടിട്ടുണ്ട്. ആ മരണപ്പെട്ടത് പട്ടിണി തന്നെയാണ് ആ മരണത്തിന് കാരണമെന്ന് ഔദ്യോഗിക ഏജൻസികളും വ്യക്തമാക്കുന്നത്. അങ്ങനെ 5 കുട്ടികളാണ് ഇപ്പോൾ ഇന്നലെയുമായിട്ട് ഈ പോഷകാഹാര കുറവ് മൂലം മരണപ്പെട്ടിരിക്കുന്നത്. ഇനിയും ആ സംഖ്യ വലിയ തോതിൽ തന്നെ ഉയരുമെന്ന മുന്നറിയിപ്പുകൾ കൂടിയാണ് UN ഏജൻസികൾ നൽകിക്കൊണ്ടിരിക്കുന്നതും. ധന്യ, നാസർ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പട്ടിണി, പോഷകാഹാരക്കുറവ്, ഇതിലൊക്കെ മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു പോഷകാഹാരക്കുറവ് കാരണം. ഈ ആക്രമണം നടക്കുന്നുണ്ട്, രാജ്യാന്തര ഇടപെടൽ എത്രത്തോളം നടക്കുന്നുണ്ട്, നേരത്തെ ഉള്ളതിന്റെ എത്ര ശതമാനം ഇപ്പോൾ ആ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ട്, ഭക്ഷണകാര്യത്തിൽ അവശ്യ വസ്തുക്കളുടെ കാര്യത്തിലൊക്കെ എത്രത്തോളം ഇടപെടലുണ്ട് എന്നത് ഏറെ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യ മന്ത്രാലയം, ഗസയിലെ ആരോഗ്യ മന്ത്രാലയം തന്നെ പറയുന്നുണ്ട്, അവർക്ക് നേരത്തെ തന്നെ ആരോഗ്യ സംവിധാനം പൂർണ്ണമായും തകർന്നതാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് അതിനാവശ്യമായിട്ടുള്ള സപ്ലിമെന്റ്സ് ഇല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ എത്തിക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം ഇടപെട്ടുണ്ടാകുമോ എന്നുള്ളതിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുകയാണോ? അതിനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? ദുനിയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തങ്ങളുടേതായിട്ടുള്ള പൂർണ്ണ നിയന്ത്രണത്തിലല്ലാത്ത ഒരു ഭക്ഷണ വിതരണവും വേണ്ടതില്ല, സഹായ വിതരണം വേണ്ടതില്ല എന്ന ഒരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സൈനിക നിലപാടാണ് ഇസ്രായേൽ കൈക്കൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ ആ നിലപാടിനോട് അമേരിക്കയും യോജിക്കുന്നതായിട്ടാണ് അവരുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം ഗസയുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഇസ്രായേലിന് തന്നെ അവകാശപ്പെട്ടതാണ്. അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക നടപടിയുടെ ഒരു ഘട്ടത്തിൽ അത്തരം ചില നീക്കങ്ങൾ അനിവാര്യമാണ്. അതല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ ഭക്ഷ്യവിഭവങ്ങൾ പോരാളി സംഘമായിട്ടുള്ള ഹമാസിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് ചെറുക്കുകയാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന ഒരു വിശദീകരണം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരമൊരു ആഖ്യാനം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കുരുതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ യുനെർവ ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ ലോക ഭക്ഷ്യ പദ്ധതിയുടെ ഏജൻസികൾ, 100 കണക്കിന് സന്നദ്ധ സംഘടനകൾ, ഇവരൊക്കെയും ഈ ബദൽ ഭക്ഷ്യ വിതരണ സംവിധാനം വളരെ കുറ്റമറ്റ രീതിയിൽ നടത്താൻ അവർ തയ്യാറാണ്. ഇപ്പൊ നോക്കുക, വടക്കൻ ഗസയും മധ്യ ഗസയും അവിടെ ഒരു ഭക്ഷണ വിതരണവും നടക്കുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് പൂർണ്ണമായി
പൂർണ്ണമായിട്ടും ആളുകളെ ആട്ടിത്തെളിയിച്ച് ഈ തെക്കൻ ഗസയിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് തങ്ങളുടേതായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് ഭാവിയിൽ രൂപപ്പെടുത്താനുള്ള ഒരു നീക്കം നടത്തുക. അങ്ങനെ തെക്കൻ ഗസയിലെ വളരെ ചുരുങ്ങിയ പ്രദേശത്തിലേക്ക് ഈ 20 ലക്ഷത്തിലധികം 21 ലക്ഷത്തോളം വരുന്ന മനുഷ്യരെ ഒരുമിച്ച് കൊണ്ടുവരികയും ആ അർത്ഥത്തിൽ തന്നെ ഈ വംശഹത്യാ പദ്ധതികൾ നിത്യം നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ട് അതും ഒരേ സമയത്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വളരെ കൃത്യമായിട്ടുള്ളൊരു വംശഹത്യാ പദ്ധതി ആണ് ഇസ്രായേൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സന്നദ്ധ സംഘടനകൾക്ക് UN ഏജൻസികൾക്ക് ഭക്ഷ്യവിതരണം നൽകാനുള്ള സംവിധാനമില്ല. ഇന്നിപ്പോൾ ലോക ഭക്ഷ്യ പദ്ധതിക്ക് ചുവടെ ചില ട്രക്കുകളിൽ ഭക്ഷണം എത്തിക്കാനുള്ള ഒരു നീക്കം അവർ മുൻകൈ എടുത്തുകൊണ്ട് നടന്നിരുന്നു. പക്ഷെ അതിന് നേരെ ആക്രമണം നടന്നു, വെടിവെപ്പ് നടന്നു. അതുകൊണ്ട് അവരും ആ ഒരു ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയാണ്. അതോടൊപ്പം തന്നെയാണ് ലോക ഭക്ഷ്യ പദ്ധതിയുടെയും അന്തർദേശീയ റെഡ് ക്രസന്റ്, റെഡ് ക്രോസ് ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളുടെയും അവർക്കുള്ള വിസയും റദ്ദാക്കാനുള്ള നീക്കം കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നത്. അതുകൊണ്ട് വിസ പുതുക്കി നൽകേണ്ടതില്ല എന്നൊരു തീരുമാനം നടക്കുമ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകരെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് പുറന്തള്ളുക, UN ഏജൻസികളെ പുറന്തള്ളുക, എന്നിട്ട് തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് ആ പ്രദേശത്തെ കൊണ്ടുവരികയും എന്നിട്ട് തങ്ങളുടെ ഈ വംശഹത്യാ പദ്ധതി പൂർണ്ണമായിട്ടുള്ള ഒരു പ്രയാസവും കൂടാതെ മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ദോഹ കേന്ദ്രീകരിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ഗൗരവപൂർണ്ണമായിട്ടുള്ള ഒരു സമിതിയെ പോലും ഇസ്രായേൽ ഇതുവരെയും ആ ചർച്ചയ്ക്ക് വിട്ടിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ കൂടി ഇന്ന് പുറത്തു വരുന്നുണ്ട്. അതേസമയം ഒരുപക്ഷെ അടുത്ത ആഴ്ച തീർച്ചയായിട്ടും വെടിനിർത്തൽ ഉണ്ടാകുമെന്ന സ്ഥിരമുള്ള അതേ വാക്കുകൾ തന്നെയാണ് അമേരിക്കൻ പ്രതിനിധി ഇന്നും വ്യക്തമാക്കുന്നത്. വൈറ്റ് ഹൗസും അത് തന്നെയാണ് പറയുന്നത്, തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു എന്ന്. പക്ഷേ മധ്യസ്ഥ രാജ്യമായിട്ടുള്ള ഈ ചർച്ചകൾക്ക് ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകുന്ന ഖത്തർ വ്യക്തമാക്കുന്നത് ചർച്ച ഇപ്പോഴും പ്രാരംഭഘട്ടത്തിൽ തന്നെയാണ്. കാരണം യുദ്ധവിരാമം എന്ന ഒരു ലക്ഷ്യം, സൈനിക പിന്മാറ്റം എന്നൊരു ലക്ഷ്യം, ബദൽ ഭക്ഷ്യവിതരണം എന്ന ലക്ഷ്യം, ഈ 3 ലക്ഷ്യങ്ങളുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടില്ല. അതല്ലെങ്കിൽ അമേരിക്ക അതിന് ഇസ്രായേലിനെ പ്രേരിപ്പിച്ചിട്ടുമില്ല.